പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടപ്പാട് എവിടെ നിന്നാണ് വരുന്നത്? പണമില്ലായ്മയിൽ നിന്നോ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങളിൽ നിന്നോ, അതോ ജോലിയിലെ സമ്മർദ്ദത്തിൽ നിന്നോ? എന്നാൽ ഉത്തരമിതാണ്: നിങ്ങൾ വികാരങ്ങളോട് അമിതമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ വികാരവും നിങ്ങളെ ഒരു കാന്തം പോലെ വലിച്ചിഴയ്ക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് ശാന്തത നഷ്ടപ്പെടുന്നു. ദേഷ്യം, ഭയം, സങ്കടം ഇവയെല്ലാം നിങ്ങളുടെ തീരുമാനങ്ങളെ കീഴ്പ്പെടുത്തുന്നു. എന്നാൽ ഈ വികാരങ്ങളെ വിട്ടുപിരിയുക എന്നത് ഒരു ദുർബലതയല്ല. ഇന്ന് നമുക്ക് വികാരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാം. ഇത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് പരിശോധിക്കാം. നമ്മൾ ജീവിക്കുന്നത് വികാരങ്ങളുടെ ലോകത്താണ്. ഓരോ ദിവസവും നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ആയിരക്കണക്കിന് വികാരങ്ങൾ മത്സരിക്കുന്നുണ്ട്. ഒരു നെഗറ്റീവ് കമന്റ്, ഒരു തെറ്റായ ധാരണ, ഒരു നിരാശ, ഇവയെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ തീപ്പൊരി സൃഷ്ടിക്കുന്നു. നിങ്ങളതിനെ വളർത്തിയില്ലെങ്കിൽ അത് തനിയെ കെട്ടുപോകും. എന്നാൽ നിങ്ങളതിനെ വളർത്തിയാൽ അതൊരു വൻ തീജ്വാലയായി മാറും. നിങ്ങളുടെ മുഴുവൻ ലോകത്തെയും അത് ചുട്ടരിച്ചു കളയും. ഇതൊരു സിദ്ധാന്തമല്ല, ഇതൊരു ജീവിത സത്യമാണ്. നിങ്ങൾ എത്രമാത്രം വികാരപരമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ അത്രമാത്രം നിങ്ങൾ ദുർബലരാകുന്നു. ഒരു കയറിൽ ബന്ധിക്കപ്പെട്ട ആനയെപ്പോലെ കയർ എത്ര നേർത്തതാണെങ്കിലും അത് നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നു. എന്നാൽ ആ കയർ മുറിക്കാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട്. അതാണ് വികാര നിയന്ത്രണത്തിൻ്റെ രഹസ്യം. അതൊരു കവചമാണ്, ഒരു സംരക്ഷണ കവചം. ഇന്ന് നമുക്ക് ആ കവചം എങ്ങനെ നിർമ്മിക്കാം എന്ന് പഠിക്കാം. വികാരങ്ങളിൽ നിന്ന് വേർപെടുക എന്നാൽ നിങ്ങൾക്ക് വികാരങ്ങൾ ഉണ്ടാവരുത് എന്നല്ല അർത്ഥം. നിങ്ങൾക്ക് സന്തോഷവും സങ്കടവും ഉണ്ടാകും. എന്നാൽ ആ വികാരങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കില്ല. പകരം നിങ്ങൾ അവയെ നിയന്ത്രിക്കും. ഇതൊരു അഗ്നി പരീക്ഷണം പോലെയാണ്. ഇവിടെ നിങ്ങൾ തീയിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവല്ല, നിങ്ങൾ തീയെ നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകനാണ്. നിങ്ങൾക്കതിൻ്റെ ചൂടനുഭവിക്കാം, പക്ഷേ അത് നിങ്ങളെ ദഹിപ്പിക്കില്ല. ആദ്യഘട്ടമാണ് നിരീക്ഷണം. നിങ്ങളുടെ വികാരങ്ങളെ ഒരു പുറത്തു നിൽക്കുന്ന ഒരാൾ നിരീക്ഷിക്കുന്നത് പോലെ നിരീക്ഷിക്കുക. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു എന്ന് മനസ്സിൽ പറയുക. ഞാൻ ദേഷ്യത്തിലാണ് എന്നല്ല. ഇതിലെന്താണ് വ്യത്യാസം? ആദ്യത്തേത് നിങ്ങളെ വികാരത്തിൽ നിന്ന് അകറ്റുന്നു, രണ്ടാമത്തേത് നിങ്ങളെ വികാരമാക്കി മാറ്റുന്നു. ഈ ചെറിയ വാക്കുകളുടെ മാറ്റം നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ഒരു വലിയ മാറ്റം സൃഷ്ടിക്കും. നിങ്ങൾ വികാരത്തിൽ നിന്ന് വേർപെടുകയാണ്. നിങ്ങളതിനെ ഒരു വസ്തുവായി കാണുകയാണ്. നിങ്ങളതല്ല, നിങ്ങളതിനെ നിരീക്ഷിക്കുന്ന ഒരു സാക്ഷിയാണ്. രണ്ടാമതായി, നിങ്ങളുടെ പ്രതികരണ സമയം വർദ്ധിപ്പിക്കുക. ആരെങ്കിലും നിങ്ങളെ വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ പ്രതികരിക്കരുത്. 3 പ്രാവശ്യം ശ്വാസമെടുക്കുക. ഓരോ ശ്വാസത്തിലും ആ വികാരത്തിൽ നിന്ന് ഒരു പടി പിന്നോട്ട് പോകുക. ആ 3 സെക്കൻഡ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. കാരണം ആ 3 സെക്കൻഡ് നിങ്ങളുടെ മസ്തിഷ്കത്തിന് യുക്തിപരമായി ചിന്തിക്കാൻ അവസരം നൽകുന്നു. നിങ്ങൾ വികാരത്തിൻ്റെ അടിമയല്ല, നിയന്ത്രകനാണ് എന്ന് തിരിച്ചറിയുന്നു. നിങ്ങൾ വികാരത്തെ വിധിക്കരുത്, സ്വീകരിക്കണം. നിങ്ങൾ വികാരത്തെ വിധിച്ചാൽ അത് കൂടുതൽ ശക്തമാകും. ഉദാഹരണത്തിന്, എനിക്ക് സങ്കടം തോന്നരുത് എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആ സങ്കടത്തെ കൂടുതൽ ഉറപ്പിക്കുന്നു. പകരം എനിക്ക് സങ്കടം തോന്നുന്നു, അത് ശരിയാണ് എന്ന് പറയുക. വികാരങ്ങളെ നല്ലത്, ചീത്ത എന്ന് വിഭജിക്കരുത്. അവയെ ഉപകാരപ്രദം, അനുപകാരപ്രദം എന്ന് മാത്രം കാണുക. ഉദാഹരണത്തിന്, ഉത്കണ്ഠ നിങ്ങളെ കൂടുതൽ തയ്യാറെടുപ്പുള്ളവരാക്കും. അത് ഉപകാരപ്രദമാണ്. പക്ഷെ അത് നിങ്ങളെ തളർത്തുകയാണെങ്കിൽ അത് അനുപകാരപ്രദമാണ്. അപ്പോൾ നിങ്ങൾക്കതിനെ മാറ്റാൻ കഴിയും. മൂന്നാമതായി, നിങ്ങൾ നിയന്ത്രണത്തിൻ്റെ ഭ്രമം ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് സാഹചര്യങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരേയൊരു കാര്യം നിങ്ങളുടെ പ്രതികരണമാണ്. ഈ സത്യം സ്വീകരിക്കുക. ഇത് സ്വീകരിക്കുന്ന നിമിഷം നിങ്ങൾ സ്വതന്ത്രരാകുന്നു. ഒരു കടലിലെ തിരമാലയെ നിങ്ങൾക്ക് തടയാൻ കഴിയില്ല. എന്നാൽ
നിങ്ങൾക്കതിനു മുകളിലൂടെ സഞ്ചരിക്കാൻ പഠിക്കാം. അതുപോലെയാണ് വികാര നിയന്ത്രണം. അതൊരു ബലഹീനതയല്ല, അത് ഏറ്റവും വലിയ ശക്തിയാണ്. വികാരം നിങ്ങളെ നിയന്ത്രിക്കണോ അതോ നിങ്ങൾ വികാരത്തെ നിയന്ത്രിക്കണോ? നിങ്ങൾക്ക് ആ വികാരത്തിൽ നിന്ന് പ്രവർത്തിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാം. ഓർക്കുക, വികാരങ്ങൾ ഒരു കൊടുങ്കാറ്റ് പോലെയാണ്. അവ വരും, പോകും. നിങ്ങൾ ആ കൊടുങ്കാറ്റല്ല, നിങ്ങളതിനെ നിരീക്ഷിക്കുന്ന ആകാശമാണ്. ആകാശം എപ്പോഴും ശാന്തമാണ്. മേഘങ്ങൾ വരും, പോകും, ഇടിമിന്നലുണ്ടാകും. എന്നാൽ ആകാശം മാറില്ല, അതതേപടി നിലനിൽക്കും. നിങ്ങളും അങ്ങനെയാണ്. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം ശാന്തമാണ്. നിങ്ങളത് മറന്നുപോയിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ അത് ഓർമ്മിപ്പിക്കുന്നു. വികാരങ്ങളെ വിട്ടുപിരിയുക, എന്നാൽ അവയെ അടിച്ചമർത്തുകയല്ല, അവയെ തിരിച്ചറിയുക. പക്ഷേ അവ നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. വികാരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ചുമതല നിങ്ങളുടെ കയ്യിലാണ്. വികാരങ്ങൾ വരും, പോകും. നിങ്ങൾ സ്ഥിരമായി നിലകൊള്ളുക. അതിലൂടെ നിങ്ങൾ എല്ലായിടത്തും വിജയിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്താലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വളരെ ഉപകാരപ്രദമായ ഒരു വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം. സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.